കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മനോഹരമായൊരു പ്രകൃതി ഗാഥയാണ് പുളിമാവ് വെട്ടി എന്ന കവിത. വനമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കവിത എഴുതിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പുളിമാവ് വെട്ടി എന്ന കവിതയിൽ പ്രകൃതിയാണ് പശ്ചാത്തലമായി വരുന്നത്. ധാരാളം ധ്വന്യാത്മകമായ ധാരാളം സവിശേഷതകളുള്ളൊരു കവിതയാണ് ഇത്. പ്രവേശകം നൽകിയിട്ടുണ്ട്. പൂക്കളാകുന്ന ചിരി, കാറ്റാകുന്ന തലോടൻ, പ്രകൃതിയിലെ ചില സൂക്ഷ്മ സംവേദനങ്ങൾ എന്നാണ്. പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പൂക്കളിലൂടെ ചിരിക്കുന്നു. പ്രകൃതിയുടെ ചിരിയാണ് മനോഹരമായ പൂക്കൾ. നേർത്ത കാറ്റ് പ്രകൃതി നമ്മളെ സ്പർശിക്കുന്നതാണ്. പ്രകൃതിയെ അറിയാൻ നമുക്ക് സാധിക്കും. പ്രകൃതി നമ്മളോട് പലതും പറയുന്നുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം, മനോഹരമായൊരു മനസ്സ് വേണം എന്നാണ്. പുളിമാവ് വെട്ടി. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം, ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരി. ഉടമസ്ഥൻ, അധികാരി, അയാൾ എന്താ പറഞ്ഞത്? പുറം പറമ്പിൽ നിൽക്കുന്ന പുളിമാവ്, അത് അയാൾക്ക് ഗുണമൊന്നുമില്ല. ആരാൻ പിള്ളേർ, ആരുടെയൊക്കെയോ പിള്ളേർ അവിടെ വന്ന് കളിച്ചു പോകുന്നുണ്ട്. അത് അയാൾക്ക് അത്ര പിടിക്കുന്നില്ല. അയാൾക്ക് അതുകൊണ്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് അത് മുറിച്ച് തള്ളിക്കളഞ്ഞ് പലക ഉണ്ടാക്കുക എന്നാണ്. അച്ചാരം വാങ്ങി അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഉടമ ബംഗ്ലാവിൽ ഇരുന്നു, പുളിമാവ് വെട്ടാനായി കൽപ്പിച്ചത് കൊണ്ട്. പ്രകൃതിക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായത് കേട്ടപ്പോൾ? ഒട്ടുമാവുകൾ അത് കേട്ടോ തളിർ നാക്ക് കടിച്ചേ നിൽപ്പായി. അത് കേട്ട ഒട്ടുമാവുകൾ അവരുടെ നാക്ക് കടിച്ചു എന്നാണ്. ഒട്ടുമാവ് ഒട്ടിച്ച മാവ് അല്ലേ? നാക്ക് കടിക്കുക. മാവിൻ്റെ ഇല കണ്ടില്ലേ? നാക്ക് പോലെയല്ല അതിൻ്റെ രൂപം. നാക്ക് കടിച്ചു. തളിരിലകളെയാണ്, ഒട്ടുമാവിലുണ്ടായ തളിരിലകളെ സൂചിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ഇയാളുടെ കൽപ്പന കേട്ടിട്ടാവാം ഒട്ടുമാവുകൾ നാക്ക് കടിച്ചു. ഇനി ആ പുളിമാവ് എങ്ങനെയാണ്? പച്ചക്കല്ല് വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം. പച്ചക്കല്ല് വിളഞ്ഞു കിടക്കുന്ന ഒരു മലയാണത്. സമ്പന്നമായ സമൃദ്ധമായ ഇലത്തഴപ്പുകളാർന്ന ഒരു മലയാണത്. പാടത്തിൻ്റെ കരക്കിതു നിൽപ്പൂ നമ്മുടെ കുടിലിനടയാളം. ഈ അടിയാനോടാണ് ആ മരം വെട്ടാൻ ആവശ്യപ്പെട്ടത് അല്ലേ? അയാൾ പറയാണ്, എൻ്റെ കുടിലിൻ്റെ അടുത്ത് നിൽക്കുന്ന മനോഹരമായ ഈ പുളിമരം, ഒരു പുളിമാവ് ഒരു കൊടുമുടിയാണ് എന്നാണ്. ഇനിയോ, പൂത്തു നിൽക്കുന്ന അളവിലതത്രേ ദേവന്മാർക്കുള്ള വാസം, പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം, ഉച്ചയ്ക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം. ദേവവൃക്ഷാണെന്നാണ് പുളിമാവ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ദേവന്മാരവിടെ വന്ന് താമസിക്കാറുണ്ട്. പൂത്തു നിൽക്കുമ്പോഴാണ് ദേവന്മാർ അവിടെ വന്ന് താമസിക്കുന്നത്. പുലരെ പുലരെ, രാവിലെ നോക്കിയാൽ അവർ ചിരിക്കുന്നത് കാണാം എന്നാണ്. ഇളം വെയിലടിക്കുമ്പോൾ മനോഹരമായ പൂങ്കുലകൾ എത്ര സുന്ദരമാണ്. ചിരിയേക്കാൾ മനോഹരമാണല്ലേ ദേവന്മാരുടെ ചിരി പോലെ. അവിടെ നോക്കിയാൽ ദേവന്മാരുടെ ചിരി കാണാം. ഉച്ചയ്ക്ക് ഇരുന്നാലോ കിളികളുടെ ശബ്ദം കേൾക്കാം. ദേവന്മാർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കാം എന്നാണ്. പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാം അപശങ്കം. ജനിച്ച അന്ന് മുതൽ, പിച്ച വെച്ച അന്ന് മുതൽ ഞാൻ അറിയുന്നുണ്ട് ആ മാവിൻ്റെ ജീവിതം ഞാൻ കാണുന്നതാണ്. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ നിന്നാവേശം, മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്ക് കരയാൻ അവകാശം. അയാൾ എന്താ പറയണത്? അയാൾക്ക് പ്രതീക്ഷ നൽകുന്ന, സ്വപ്നങ്ങൾ നൽകുന്ന പുളിമാവാണത്. പക്ഷെ അത് അയാളുടെ സ്വന്തമല്ല, അത് വേറൊരാളുടെയാണ്. അയാളാകട്ടെ അത് മുറിക്കാൻ കൽപ്പന കൊടുത്തു കഴിഞ്ഞു. ഈ പാവം അടിയാന് കരയാൻ മാത്രമേ അവകാശമുള്ളൂ. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ. എത്രയോ പേരുടെ സങ്കേതമാണ് ആ പുളിമാവ്. എത്രയോ കിളികളുണ്ട്. പ്രിയപ്പെട്ട കിളികളെ, നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോളൂ, ഉള്ള തണലും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോളൂ. പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ. ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് പട്ടയമില്ല, നിങ്ങളെ ജീവിക്കാൻ അനുവാദമില്ല. എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോളൂ. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോനീ വൃദ്ധൻ. ഈ പുളിമാവ് വൃദ്ധനാണ്, പക്ഷേ ജനിച്ച അന്നു മുതൽ തൻ്റെ ഇടത്തോളം തല ഉയർത്തി നിൽക്കുന്നവനായിരുന്നു. കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. വലിയ മഴുവേറ്റ് ആ മരം കുലുങ്ങുമ്പോൾ ഭൂമി ആകെ കുലുങ്ങുന്നു. സ്വന്തം മാറത്തമ്മ മഹിക്കരി തിക്കനൽ വീണാൽ വീണോട്ടെ. അമ്മ മഹി ഭൂമി. അമ്മയുടെ നെഞ്ചിൽ എരിതീക്കനൽ, തീക്കൊള്ളി വന്ന് വീണോട്ടെ എന്നാണ്. ഈ മരം മുറിയുമ്പോൾ അമ്മയുടെ നെഞ്ചാണ് നോവുന്നത്. പക്ഷേ അത് ഉടമസ്ഥന് അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. എന്തിലുമേറെ കാമ്യം പണം, കാശാണ് വേണ്ടത്.
തുച്ഛൻ അത് കൈ വന്നോട്ടെ. തുച്ഛൻ നിസ്സാരൻ, അവൻ നിസ്സാരനാണ്, അവനത് ലഭിക്കട്ടെ. അവൻ അവൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റെ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പാലക്കാടൻ കാറ്റ്, കുളിരുമായി വരുന്ന കാറ്റേ, നീ ഇവിടെ വരുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഈ ചങ്ങാതി, ഈ പുളിമാവ് ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങളോട് ചോദിക്കരുതേ. ഇവനിതാ വീഴാൻ പോകുന്നു. പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും, പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. ഇനി നിങ്ങളെ പൂത്തിരി കത്തിച്ച് നൃത്തം ചെയ്യിക്കാൻ ആരുമില്ല, പൂന്തേൻ കൂട്ടി കനികൾ മാമ്പഴം തരാനും ആരുമില്ല എന്നാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം ഇതാ നഷ്ടമാകാൻ പോകുന്നു എന്നാണ് കവിത തരുന്ന സന്ദേശം. ഇവിടെ പുളിമാവ് പ്രകൃതിയുടെ അടയാളമായി മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതിയാണത്. ആ ഉടമ മനുഷ്യരാണ്, സ്വാർത്ഥനായ മനുഷ്യൻ. അവൻ്റെ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ്റെ സിമ്പലാണ് ഉടമ. അടിയാനാകട്ടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, എന്നാൽ നിസ്സഹായരായിപ്പോയ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതീകമായി മാറുന്നു. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മണ്ണിനെ ചൂഷണം ചെയ്യുകയും മണ്ണിനെ നശിപ്പിക്കുകയും മരങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യർ ഭൂമിയുടെ മുറിവോ നോവോ മനസ്സിലാക്കാതെ ആ മരത്തിന് തണലായി നിന്ന സകല സരാചരങ്ങളെയും അവഗണിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭയസങ്കേതങ്ങൾ തട്ടിത്തകർത്തുകൊണ്ട് സ്വാർത്ഥനായ മനുഷ്യൻ ഭൂമിയുടെ അധിപനായി വാഴുകയും മറ്റ് ജീവജാലങ്ങളുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കി സ്വാർത്ഥനായി നീങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പുളിമാവ് എന്ന കവിത കേവലം ഒരു മാവ് വീഴുന്നതല്ല, മറിച്ച് ഈ പ്രകൃതി, നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ മണ്ണിനോടുള്ള തനിമ എല്ലാം നഷ്ടപ്പെടുന്ന, ക്രൂരനായ മനുഷ്യൻ അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കവിത മുന്നോട്ട് വയ്ക്കുന്നത്. പുളിമാവ് വെട്ടിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങൾ എന്താണ്? കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങി ഭൂചക്രം, ഭൂമി കുലുങ്ങി എന്നാണ്. അഭയമായിരുന്ന പറവകൾ പട്ടയമില്ലാത്തതിനാൽ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഒരവസ്ഥയാണ്. അവിടേക്ക് വിരുന്ന് വരാറുള്ള പാലക്കാടൻ കാറ്റ് ഇനി വേറെ എവിടേക്കെങ്കിലും വീശും. കാലാവസ്ഥാ വ്യതിയാനം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ടാകാം. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛൻ അത് കൈ വന്നോട്ടെ. എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാകുന്നത്? അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പുളിമാവ് ഒരു പ്രതീകമാണ്. സ്വാർത്ഥനായ മനുഷ്യൻ പ്രകൃതിയോട് നേരെ നടത്തുന്ന കയ്യേറ്റങ്ങളെക്കുറിച്ച് പറയാനാണ് കവി ആഗ്രഹിക്കുന്നത്. പുളിമാവ് പ്രകൃതിയുടെ മുഴുവൻ പ്രതീകമാണ്, മരങ്ങളുടെ മുഴുവൻ പ്രതീകമാണ്. അതിൻ്റെ നെഞ്ചത്തേക്ക് മഴുവെറിയുന്നത് മനുഷ്യനാണ്, സ്വാർത്ഥനായ മനുഷ്യനാണ്. അതിൻ്റെ സകല ചരാചരങ്ങൾ, പ്രകൃതിയുടെ മറ്റ് ജീവജാലങ്ങളെ നോവിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഭയപ്പെടുത്തുന്നതും മനുഷ്യരാണ്. സ്വാർത്ഥനായ ആധുനിക മനുഷ്യൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കവിതയിലെ വാങ്മയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുക, ഒരു ദൃശ്യം കാണുന്നത് പോലെ, അല്ലെ, സിനിമയിൽ ഒരു ദൃശ്യം കാണുന്നത് പോലെ നമുക്ക് തോന്നുക. ഈ കവിതയിൽ ധാരാളം വാങ്മയ ചിത്രങ്ങളുണ്ട്, തുടക്കം മുതലുണ്ട്. ആ ഉടമയുടെ കൽപ്പന ഒരു വാങ്മയ ചിത്രമാണ്, അയാളുടെ വാക്കുകൾ. ആ ഒട്ടുമാവുകളുടെ നിൽപ്പ് ഒരു വാങ്മയ ചിത്രമാണ്. പുളിമാവിനെ കുറിച്ചുള്ള എല്ലാ വർണ്ണനകളിലും, ദേവന്മാരെ കുറിച്ചുള്ള സൂചനകളിലും, ആ പുളിമാവിൻ്റെ ദേഹത്ത് വന്ന് വീഴുന്ന മഴു, ആ ഒരു കുലുക്കം നമുക്ക് കേൾക്കാം. ധാരാളം വാങ്മയ ചിത്രങ്ങളാൽ ആ പാലക്കാടൻ കാറ്റ് വരുമ്പോഴുണ്ടാകുന്ന ആ നൃത്തം ചെയ്യൽ, മാങ്കനി, എല്ലാം വാങ്മയ ചിത്രങ്ങളായി. കവിത നിറയെ വാങ്മയ ചിത്രങ്ങൾ ഉണ്ട്. വരികളുടെ സൗന്ദര്യം. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെപ്പാറിൻ പറവകളെ എന്നാണ്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് ദൂരേക്ക് പറന്നു പോവൂ പറവകളെ എന്നാണ് കവി ആവശ്യപ്പെടുന്നത്. കാരണം അവരുടെ അഭയകേന്ദ്രമായിരുന്ന മനോഹരമായ അല്ലെങ്കിൽ സമ്പന്നമായിരുന്ന മാവ് ഇല്ലാതാകുന്നു. ആ തണലിപ്പോൾ നഷ്ടപ്പെടും. പച്ചത്തണൽ, അത് ആ കുടിലിനും ആ നാടിനും ആ ഭൂമിക്കും എല്ലാ അഭയമായിരുന്ന ആ തണലാണ്. ആ തണലിപ്പോൾ ഇല്ലാതാകും. അത് മരം വെട്ടുന്നതോടെ അത് മരുപ്പറമ്പായി മാറും. അതിനു മുൻപേ ആ തണലും കൊണ്ട് ഓടി രക്ഷപ്പെടാനാണ് കവി ആവശ്യപ്പെടുന്നത്. പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും എന്നാണ്. പൂത്തിരി കത്തിച്ച വയലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിതയിലെ പ്രയോഗമുണ്ട്. കുട്ടി പൂങ്കുല ഒടിച്ച് പൂത്തിരി കത്തിച്ചതുപോലെ അമ്മയുടെ അടുത്ത് വരുന്നുണ്ട്. ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെയും കാണാം. പൂത്തിരി കത്തിച്ച് ചെങ്ങളെ നൃത്തം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ മാമ്പൂക്കുലകളുള്ള സമയത്ത് ചെറിയ കാറ്റ് വീശുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. മാമ്പൂങ്കുലകൾ ആടുന്ന കാഴ്ച കാറ്റത്ത് സുന്ദരമായൊരു ദൃശ്യമാണത്, മനോഹരമായൊരു കൽപ്പനയാണത്. പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി. മുഖപ്രസംഗം. എന്താണ് മുഖപ്രസംഗം? എഡിറ്റോറിയൽ എന്ന് നമ്മൾ പറയും. എഡിറ്റോറിയലിന് എപ്പോഴും നല്ലൊരു ഹെഡിങ് വേണം.
പാരഗ്രാഫുകളായിട്ട് തിരിച്ചു വേണം എഴുതാൻ. 3-4 പാരഗ്രാഫുകൾ വേണം. അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു തുടക്കം വേണം, കാര്യം അവതരിപ്പിക്കണം, പ്രതീക്ഷയിൽ ഊന്നുന്ന ഒരു കൺക്ലൂഷൻ വേണം. ഇത്രയാണ് ഒരു മുഖപ്രസംഗത്തിൻ്റെ രൂപം. ഇവിടെ തന്നിരിക്കുന്ന വിഷയം പ്രകൃതിയെ സ്നേഹിക്കാം നല്ല നാളേക്കായി എന്നാണ്. പ്രകൃതിയെക്കുറിച്ച് പറയാം, സമ്പന്നമായ പ്രകൃതിയുടെ ഒരു കാലത്തെക്കുറിച്ച് പറയാം, ഇന്ന് പ്രകൃതിക്ക് സംഭവിച്ചിരിക്കുന്ന അവസ്ഥകൾ സൂചിപ്പിക്കാം, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് സൂചിപ്പിക്കാം. അങ്ങനെ 3-4 പാരഗ്രാഫുകളിലായിട്ട് മനോഹരമായ മുഖപ്രസംഗം തയ്യാറാക്കാം. ഇതൊക്കെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആ ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും കവിയെക്കുറിച്ച് എഴുതുക. അധികമൊന്നും എഴുതണ്ട, 2-3 സെൻറ്റൻസ് എഴുതിയാൽ മതി. മലയാളത്തിൻ്റെ പ്രിയ കവി ഇടശ്ശേരിയുടെ സുന്ദരമായൊരു കവിതയാണ് പുളിമാവ് വെട്ടി. ഒരു പുളിമാവിൻ്റെ വീഴ്ചയാണ് കവിതയിൽ പ്രതിപാദിക്കുന്നത്. പുളിമാവ് ഇവിടെ പ്രകൃതിയായി പരിണമിക്കുന്നത് നമുക്ക് കാണാം. അത്ര എഴുതിയാൽ മതി. പിന്നെ കവിതയുടെ ആശയം വളരെ ചുരുക്കി എഴുതുക. അവസാനത്തെ പാരഗ്രാഫിലെ കവിതയുടെ നമ്മൾ തന്നെ ഇതിനകത്ത് സുന്ദരമായ വാങ്മയ ചിത്രങ്ങളുണ്ട്, മനോഹരമായ കൽപ്പനകളുണ്ട്, അതൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. അതിനുശേഷം കവിത തരുന്ന സന്ദേശം, ആധുനിക മനുഷ്യൻ, സ്വാർത്ഥനായ ആധുനിക മനുഷ്യൻ പ്രകൃതിക്ക് നേരെ നടത്തുന്ന കയ്യേറ്റങ്ങൾ, അത് പ്രകൃതിയിലുണ്ടാക്കുന്ന മുറിവുകൾ, അത് അരുതേ എന്ന സന്ദേശമാണ് കവിത തരുന്നത്. അപ്പോൾ അത് അവസാനത്തെ പാരഗ്രാഫിൽ അതങ്ങനെ എഴുതാം. കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മനോഹരമായൊരു പ്രകൃതി ഗാഥയാണ് പുളിമാവ് വെട്ടി എന്ന കവിത. വനമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കവിത എഴുതിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പുളിമാവ് വെട്ടി എന്ന കവിതയിൽ പ്രകൃതിയാണ് പശ്ചാത്തലമായി വരുന്നത്. ധാരാളം ധ്വന്യാത്മകമായ ധാരാളം സവിശേഷതകളുള്ളൊരു കവിതയാണ് ഇത്. പ്രവേശകം നൽകിയിട്ടുണ്ട്. പൂക്കളാകുന്ന ചിരി, കാറ്റാകുന്ന തലോടൽ, പ്രകൃതിയിലെ ചില സൂക്ഷ്മ സംവേദനങ്ങൾ എന്നാണ്. പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പൂക്കളിലൂടെ ചിരിക്കുന്നു. പ്രകൃതിയുടെ ചിരിയാണ് മനോഹരമായ പൂക്കൾ. നേർത്ത കാറ്റ് പ്രകൃതി നമ്മളെ സ്പർശിക്കുന്നതാണ്. പ്രകൃതിയെ അറിയാൻ നമുക്ക് സാധിക്കും. പ്രകൃതി നമ്മളോട് പലതും പറയുന്നുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം, മനോഹരമായൊരു മനസ്സ് വേണം എന്നാണ്. പുളിമാവ് വെട്ടി. പുറംപറമ്പിൽ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ